വാർത്തകൾ തുടരുന്നു. കരുവാരക്കുണ്ട് കിഴക്കേത്തല നോവൽറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 4 നടത്തുന്ന രക്തദാന ക്യാമ്പോടെയാണ് ആഘോഷ പരിപാടി ആരംഭിക്കുക. 10 വർഷക്കാലമായി കരുവാരക്കുണ്ടിന്റെ ഹൃദയഭാഗമായ കിഴക്കേത്തലയിൽ പ്രവർത്തിക്കുന്ന നോവൽറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ 10ാം വാർഷിക പരിപാടി വിപുലമായി ആഘോഷിക്കുകയാണ്. വിവിധ മേഖലയിൽ പണം സ്വരൂപി നിർധനരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ചികിത്സ എന്നിവയ്ക്ക് പണം നൽകുക എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മ 10 വർഷത്തിനുള്ളിൽ ചെയ്തത്. 10 ദിനങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. രക്തദാന ക്യാമ്പ്, അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികൾ, കാരംസ് ടൂർണമെൻറ്റ്, ഷട്ടിൽ, ഫുട്ബോൾ ടൂർണമെൻറ്റ്, രക്തനിർണയ ക്യാമ്പ്, ഷട്ടിൽ ടൂർണമെൻറ്റ്, അതുപോലെ സാംസ്കാരിക സമ്മേളനം മുതലായ 10 പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബോധവൽക്കരണ ക്ലാസുകൾ, ശുചീകരണ പ്രവർത്തികൾ, ചെസ് ടൂർണമെന്റ്, കാരംസ് ടൂർണമെന്റ്, ഫുട്ബോൾ ലീഗ്, രക്തനിർണയ ക്യാമ്പ്, ഷട്ടിൽ ടൂർണമെന്റ്, വിനോദയാത്ര, സമാപന സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ എന്നിവയാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്നത്. സമാപന സമ്മേളനം മന്ത്രി AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് നിസാർ പറഞ്ഞു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് 230ഓളം ക്രിസ്തുമസ് ചന്തകൾ തുടങ്ങി. പൊതുവിപണിയിലേതിനേക്കാളും 20 മുതൽ 30% വിലക്കിഴിവിലാണ് ചന്തകൾ പ്രവർത്തിക്കുന്നത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണിവരെ പ്രവർത്തിക്കുന്ന ചന്തകളിൽ കാർഡുമായി എത്തുന്നവർക്ക് ഇനി പറയുന്ന വിലയ്ക്ക് പലവ്യഞ്ജന സാധനങ്ങൾ ലഭിക്കും. വില നിലവാരം ഇനി പറയും പ്രകാരമാണ്. കുറുവ അരി 16 രൂപ, പച്ചരി 16 രൂപ, ബിരിയാണി അരി 33 രൂപ, പഞ്ചസാര 25 രൂപ, വെളിച്ചെണ്ണ 80 രൂപ, ഉഴുന്ന് 36 രൂപ, ഗ്രീൻ പീസ് 24 രൂപ, ശർക്കര 30 രൂപ, മുളക് 45 രൂപ, പിരിയൻ മുളക് 110 രൂപ, ചെറുപയർ 52, വൻപയർ 26 രൂപ, വൻകടല 40 രൂപ, മല്ലി 52 രൂപ, തുവരപ്പരിപ്പ് 34 രൂപ, പീസ് പരിപ്പ് 18 രൂപ, കടുക് 22 രൂപ, ഉലുവ 28 രൂപ, ജീരകം 96 രൂപ എന്നിവയാണ് വില നിലവാരം. കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയായി. സെപ്റ്റംബർ 28-ന് അമരമ്പലം പഞ്ചായത്തിലെ പൊട്ടിക്കല്ലിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൂടം കല്ലിച്ചാലിൽ ബാലചന്ദ്രന്റേതെന്ന് തിരിച്ചറിഞ്ഞു. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അൾഷിമേഴ്സ് രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന രോഗിയായിരുന്നു കല്ലിച്ചാലിൽ ബാലചന്ദ്രൻ എന്ന 60 വയസ്സുകാരൻ. ജൂൺ മാസം 27-ാം തീയതി പുലർച്ചെ 3:30 സ്വവസതിയിൽ നിന്നും കാണാതാവുകയായിരുന്നു. തുടർന്ന് പ്രദേശവാസികളും വീട്ടുകാരും ഏറെ നേരത്തെ തിരച്ചിലിനു ശേഷം വീടിന് സമീപത്തെ കോട്ടപ്പുഴയോരത്തു നിന്നും ബാലചന്ദ്രന്റേതെന്ന് സംശയിക്കുന്ന ചെരുപ്പ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ബാലചന്ദ്രൻ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടെന്ന നിഗമനത്തിലായിരുന്നു നാട്ടുകാർ. എന്നാൽ മറവി രോഗം മൂർച്ഛിക്കുമ്പോൾ മുൻപ് പലതവണയും ഇദ്ദേഹത്തെ കാണാതാവുകയും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നിരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളതിനാൽ ബാലചന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭാര്യയും മക്കളും മരുമക്കളും അടങ്ങുന്ന കുടുംബം. എന്നാൽ കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി സെപ്റ്റംബർ മാസം 28-ാം തീയതി കോട്ടപ്പുഴയിലെ പൊട്ടിക്കല്ലിന് സമീപം ഓളർവട്ടം ബണ്ടിന് സമീപം പുരുഷന്റേതെന്ന് കരുതുന്ന അസ്ഥികൂടം കണ്ടെത്തുകയും ചെയ്തു. ഇത് കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പുഴയിൽ നിന്നും കണ്ടെടുത്ത അസ്ഥികൂടം വിദഗ്ധ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ പുഴയിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിദഗ്ധ പരിശോധനയ്ക്കുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് നടന്ന DNA ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷമാണ് മൃതദേഹം ബാലചന്ദ്രന്റേതാണെന്ന് സ്ഥിരീകരിച്ചത്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു. ഭാര്യ സുന്ദരി, സതീഷ്, ശാന്തിനി എന്നിവർ മക്കളും രമ്യ, അയ്യപ്പൻ എന്നിവർ മരുമക്കളുമാണ്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ശീതകാല പച്ചക്കറി കൃഷിക്ക് കർഷക സംഘങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരപ്പനങ്ങാടി, ചുങ്കത്തറ, ആനക്കയം കൃഷി ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മേൽത്തരം കാബേജ്, കോളിഫ്ലവർ തൈകളാണ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. കൃഷിക്ക് താൽപര്യമുള്ളവർ കൃഷിഭൂമിയുടെ വിശദാംശങ്ങളുമായി അടുത്തുള്ള കൃഷിഭവനുമായി ഡിസംബർ 7-നകം ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അമ്പലമ്പലം കൃഷിഭവനിൽ നെൽകൃഷിക്കുള്ള പെർമിറ്റ് വിതരണം 6-ാം തീയതി നടക്കുമെന്നും ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റിന് കൃഷിഭവനിൽ സബ്സിഡി നൽകുമെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
സ്വർണം ഗ്രാമിന് 2700 രൂപ, പവന് 21,600 രൂപ, വെള്ളി ഗ്രാമിന് 56 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുക്കാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദിവാസി മേഖലയിലെ സ്കൂളിലെ കൊഴിഞ്ഞുപോക്ക് തടയാൻ ITDP അധികൃതർ സർക്കാരിന് പ്രപ്പോസൽ സമർപ്പിച്ചു. കുട്ടികളുടെയും വികലാംഗരുടെയും ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതി സ്വമേധയാ പരാതി ഫയലിൽ സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കരുളായി വനത്തിലെ മൃഗവേട്ടയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വേട്ട സംഘത്തിലെ 4 പേർക്ക് ഉപാധികളോടെ പോലീസ് ജാമ്യം നൽകി വനംവകുപ്പിന് വിട്ടുകൊടുത്തു. വനംവകുപ്പ് പ്രതികളുമായി സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 16-ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. അധ്യാപകൻ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രധാന അധ്യാപകനും മഹിളാ സമാഖ്യ സൊസൈറ്റിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആരോപണ വിധേയനായ ചോക്കാട് UP സ്കൂൾ അധ്യാപകനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ രംഗത്ത്. സെപ്റ്റംബർ 28-ന് അമരമ്പലം പഞ്ചായത്തിലെ പൊട്ടിക്കല്ല് കണ്ടെടുത്ത അസ്ഥികൂടം TK കോളനി സ്വദേശി കല്ലിച്ചാലിൽ ബാലചന്ദ്രന്റേതെന്ന് സ്ഥിരീകരിച്ചു. വിവിധ വകുപ്പുകൾ DNA ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷമാണ് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സ്വഗൃഹത്തിൽ സംസ്കരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.